500 രൂപയ്ക്ക് താഴെ മേടിക്കാൻ വരുന്ന യൂസ്ഫുൾ ആൻഡ് കൂൾ ഗാഡ്ജറ്റ്സിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ മിക്കവരും ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ആമസോൺ, ഫ്ലിപ്കാർട്ട്, മിന്ത്ര, മീഷോ എന്നിങ്ങനെ ഓൺലൈൻ പ്ലാറ്റ്ഫോംസിൽ നിന്ന് എന്തെങ്കിലും പർച്ചേസ് ചെയ്തിട്ടുണ്ടാവും. സാധനം വീട്ടിലെത്തി കവർ പൊട്ടിച്ച ശേഷം അതിന്റെ കവർ നമ്മൾ ചുമ്മാ കൊണ്ട് കളയും. നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാം ആ കവറിന്റെ മുന്നിലുള്ള സെൻസിറ്റീവ് ആയിട്ടുള്ള ഡേറ്റ, നിങ്ങളുടെ പേര്, നിങ്ങളുടെ അഡ്രസ്സ്, നിങ്ങളുടെ ഫോൺ നമ്പർ എല്ലാം കളക്ട് ചെയ്ത് കൊണ്ടുപോയി മറ്റുള്ളവർക്ക് വിൽക്കപ്പെടാമെന്ന്. സോ ഇത് മിസ്യൂസ് ചെയ്യാതിരിക്കാനായിട്ട് ഈ ഒരു കുഞ്ഞൻ ഗാഡ്ജറ്റ് നിങ്ങൾ മേടിച്ചു വെച്ചാൽ മതി. ഇതിന്റെ സൈഡിലുള്ള സ്വിച്ച് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാർസൽ കട്ട് ചെയ്യാനുള്ള കട്ടിംഗ് ബ്ലേഡ് ആണ് ഉള്ളത്. പക്ഷേ ഇതിന്റെ മറുഭാഗത്തെ ഈ ഒരു റൗണ്ട് അടപ്പങ്ങ് തുറന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് നിങ്ങൾക്കൊരു റോളർ കാണാൻ പറ്റും. ആ റോളർ കൊണ്ട് നിങ്ങളുടെ പാർസൽ പാക്കിന്റെ ഫ്രണ്ടിലുള്ള അഡ്രസ്സിന്റെയും ഫോൺ നമ്പറിന്റെയും ഭാഗത്ത് ജസ്റ്റ് ഒന്ന് റോൾ ചെയ്ത് കഴിഞ്ഞാൽ അത് മുഴുവനായും ബ്ലാക്ക് ഔട്ട് ആയി പോകും. സോ നെക്സ്റ്റ് ടൈം പാർസൽ വരുന്ന സമയത്ത് ഇത്തരത്തിൽ നിങ്ങളുടെ സെൻസിറ്റീവ് ഇൻഫർമേഷൻ ഹൈഡ് ചെയ്തതിന് ശേഷം മാത്രം കളയുക. ഐഫോണിനകത്തുള്ള iOS 26 ഒരുപാട് ബഗ്ഗുകൾ ഉള്ള കാര്യം നമ്മൾക്കറിയാം. നിങ്ങൾക്ക് 10 മണി ഒരു ഇമ്പോർട്ടന്റ് ക്ലയന്റ് മീറ്റിംഗ് ഉണ്ട്, നിങ്ങൾ 9:30 അലാറം വെക്കുവാണ്, നിങ്ങൾ കിടന്നുറങ്ങുന്നു, ഫോണിൽ അലാറം അടിക്കുന്നില്ല. ഞാൻ ഇത് എനിക്ക് മാത്രം ഉണ്ടായ ബഗ്ഗാന്ന് വിചാരിച്ചു, പക്ഷേ ഇത് മിക്കവർക്കും ഫേസ് ചെയ്തിട്ടുണ്ട്. സോ എന്റെ കയ്യിലുള്ള ഈ മിനിമൽ ആൻഡ് എസ്തെറ്റിക് ആയിട്ടുള്ള അലാം ക്ലോക്കിന് ഒരു വലിയ പ്രത്യേകതയുണ്ട്. ഈ ക്ലോക്കിനകത്ത് നിങ്ങൾ 3 ബാറ്ററീസ് ഇടുക, ശേഷം നിങ്ങൾക്ക് ടൈം, ഡേറ്റ്, എന്തിന് റൂമിലുള്ള ടെമ്പറേച്ചർ അവരെ കാണിച്ചു തരും. ബാക്കിലുള്ള ബട്ടൺസ് ഉപയോഗിച്ച് നിങ്ങൾക്ക് അലാറം സെറ്റ് ചെയ്യാം. സെറ്റ് ചെയ്ത ടൈമിന്റെ അലാറം ഇവിടെ കാണും. ആൻഡ് മുകളിലുള്ള ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ അലാറം സ്നൂസ് ചെയ്യാനും ഡിസ്പ്ലേയിൽ ലൈറ്റ് കത്തിക്കാനും ഉപയോഗിക്കാം. എന്നാൽ ആ സ്നൂസ് ബട്ടന്റെ മുകളിൽ ചെറിയ ഒരു ഓട്ടയുണ്ട്, അത് ഒരു ലൈറ്റ് സെൻസർ ആണ്. പകൽ സമയത്ത് അഥവാ പ്രകാശമുള്ള സമയത്ത് ഈ ഒരു ക്ലോക്ക് ഒരു നോർമൽ LCD ക്ലോക്ക് പോലെ വർക്ക് ചെയ്യും. എന്നാൽ രാത്രി ആവുകയാണ്, ലൈറ്റ് കുറയുകയാണ് എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഈ ഒരു സെൻസർ ഡിറ്റക്ട് ചെയ്ത് ബാക്കിലുള്ള ലൈറ്റ് ഇൻക്രീസ് ചെയ്യും. ബട്ട് രാത്രി മൊത്തം ലൈറ്റ് കത്തി കിടക്കുന്നത് നിങ്ങൾക്ക് അനോയിങ് ആയിട്ട് തോന്നുവാണെങ്കിൽ ആ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ബാക്കിൽ ഓഫ് ചെയ്ത് വെക്കാനും പറ്റും. ഇതിലിപ്പോൾ എന്താ ഇത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത്? ഇതിനേക്കാളും കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്ലോക്ക് ഉണ്ടാവും. വെൽ, അതാണ് ഈ ഒരു ക്യൂബ്. ഈ ഒരു ക്യൂബിന്റെ മുൻഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു നെഗറ്റീവ് LCD ഡിസ്പ്ലേ ആണ് കാണുന്നത്. അതായത് ടൈം എഴുതി കാണിക്കുന്നത് വൈറ്റിലും എന്നാൽ ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്കിലും. എന്നാൽ മുകൾ ഭാഗത്ത് നിങ്ങൾ ഇങ്ങനെ അമർത്തി കഴിഞ്ഞാൽ ഒരു പച്ച ബാക്ക് ലൈറ്റിലൂടെ നിങ്ങൾക്ക് ഇതിനകത്ത് ടൈം, ഡേറ്റ്, എന്നാൽ പ്രത്യേകത ഇവിടെയല്ല. ഈ മുകളിൽ നിങ്ങൾ അമർത്തിയ സമയത്ത് ഇവിടെ ആയിട്ടൊരു ലെൻസ് കാണുന്നുണ്ടോ? ഇത് അമർത്തുമ്പോൾ ജസ്റ്റ് നിങ്ങൾ മുകളിൽ സീലിംഗിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെയും ടൈം കാണാനായിട്ട് പറ്റും. യെസ്, ഈ ഒരു സാധനം നിങ്ങൾക്ക് ടൈം പ്രൊജക്ട് ചെയ്ത് തരും. സോ ബെഡിന്റെ സൈഡിലൊക്കെ നിങ്ങൾ വെക്കുവാണ്, രാത്രി ജസ്റ്റ് കൈയൊന്ന് അതിന്റെ മുകളിൽ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സീലിംഗിൽ ഈ ഒരു ടൈം കാണാനായിട്ട് പറ്റും. വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഇനി എല്ലാ കാര്യങ്ങളും ചിലപ്പോൾ അത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വരില്ല. ഉദാഹരണത്തിന് നിങ്ങളുടെ വീടിന്റെ കീ, നിങ്ങളുടെ വീട് പൂട്ടി ഇറങ്ങി നിങ്ങൾ മെട്രോയിൽ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നിങ്ങളുടെ ഫോണിനകത്ത് ചാർജ് ഇല്ല. മെട്രോ സ്റ്റേഷനിൽ USB പോർട്ട് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തിന്റെ ഫോണിൽ ചാർജ് ഉണ്ട്, അതൊന്നും ഊറ്റാൻ പറ്റിയിരുന്നെങ്കിൽ ആ സമയത്താണ് നിങ്ങളുടെ ഫോണിലേക്ക് കയറ്റാനായിട്ട് കേബിള് ആരും കൊണ്ടു നടക്കാറില്ല. സോ ആ ഒരു സ്ഥാനത്താണ് ഈ ഒരു കീ ചെയിൻ വരുന്നത്. ഈ കീ ചെയിന്റെ താഴ്ഭാഗം ആക്ച്വലി ഒരു കേബിളാണ്. ഇതിങ്ങനെ വിടിയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു USB-A to ലൈറ്റ്നിങ് കേബിൾ ആവും. ഇത് 15 വാട്ട് വരെ സപ്പോർട്ട് ചെയ്യും. ഇനി ലൈറ്റിംഗ് അല്ല, Type-C ആണെങ്കിൽ ജസ്റ്റ് ഈ ഒരു സാധനം പുള്ളി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് Type-C to USB-A കേബിൾ ആവും. ഇനി കുത്താൻ പോകുന്ന പോർട്ട് Type-C പോർട്ടാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ Type-C to ലൈറ്റ്നിങ് കേബിൾ ആക്കാം. അത് 20 വാട്ട് വരെ സപ്പോർട്ട് ചെയ്യും. അല്ലെങ്കിൽ USB-A പോർട്ട് ഇങ്ങനെ ഊരി കഴിഞ്ഞാൽ Type-C to Type-C കേബിൾ ആവും, 60 വാട്ട് സപ്പോർട്ട് ചെയ്യും. ആൻഡ് ഓൾസോ ഇത് നിങ്ങൾക്ക് ഡേറ്റ ട്രാൻസ്ഫറിനും ഉപയോഗിക്കാവുന്നതാണ്. 2026 എല്ലാവരുടെയും ഫോണിൽ ഓൾമോസ്റ്റ് അത്യാവശ്യം നല്ല ക്യാമറകൾ തന്നെയാണ് വരുന്നത്. കാരണം എല്ലാവർക്കും കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആവണം, വ്ളോഗേഴ്സ് ആവണം, റീൽസ് അല്ലെങ്കിൽ ഷോർട്സ് ഒക്കെ ഷൂട്ട് ചെയ്യണം. പക്ഷേ ഒരു നല്ല കോണ്ടന്റിന് നല്ല വീഡിയോ മാത്രം പോരാ, നല്ല ഓഡിയോയും വേണം. എന്നാൽ ഇതേപോലെ പക്ഷേ 10-18,000 ഒന്ന് സ്പെൻഡ് ചെയ്യാനല്ല, ഒരു 500 രൂപയുടെ ബഡ്ജറ്റിൽ നല്ല ക്വാളിറ്റിയുള്ള മൈക്ക് വേണം എന്നുണ്ടെങ്കിൽ ഈ സാധനം ഞാൻ 6-7 മാസം മുന്നേ വാങ്ങിയ സമയത്ത് വില കൂടുതലാണ്. പക്ഷേ ഇപ്പോൾ ഇതിന്റെ വില കുറഞ്ഞിട്ടുണ്ട്. ഇതിനകത്ത് നിങ്ങൾക്ക് ഒരു ട്രാൻസ്മിറ്ററും ഒരു Type-C റിസീവറും വരും. നിങ്ങളുടെ ഫോണിന്റെ അടിയിലേക്ക് Type-C റിസീവർ കുത്തിയ ശേഷം ട്രാൻസ്മിറ്റർ ചാർജ് ചെയ്തിട്ട് അതിന്റെ ബാക്കിലുള്ള ബട്ടൺ പ്രസ് ചെയ്ത് ഓൺ ആക്കുക. സോ ഇതിന്റെ ഓഡിയോ ക്വാളിറ്റി എങ്ങനെയുണ്ട് എന്ന് കേട്ട് നോക്കാം. ഓക്കെ, സോ ആദ്യം ഞാൻ ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന മൈക്രോഫോണിന്റെ ഓഡിയോ ക്വാളിറ്റി എങ്ങനെയുണ്ട് എന്ന് നിങ്ങൾക്ക് കേട്ട് നോക്കാം. ഇനി നമുക്ക് ഈ ഒരു 500 രൂപയുടെ മൈക്രോഫോണിന്റെ ഓഡിയോ ക്വാളിറ്റി എങ്ങനെയുണ്ടെന്ന് കേട്ട് നോക്കാം. അപ്പോൾ രണ്ടെണ്ണം കേട്ടിട്ട് നിങ്ങൾക്ക് അതിന്റെ വ്യത്യാസം മനസ്സിലായിട്ടുണ്ടാവും. ബട്ട് സ്റ്റിൽ ഫോർ 500 to 600 റുപ്പീസിന്റെ മൈക്രോഫോൺ ഇതിന്റെ ഓഡിയോ ക്വാളിറ്റി എങ്ങനെയുണ്ട് എന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം. ഇനി അടുത്തത് ഈ ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ടൂളാണ്. ഇതിന്റെ മുകളിലായിട്ട് നിങ്ങൾക്ക് ഒരു വലിയ കോബ് LED ലൈറ്റ് ഉണ്ട്. സൈഡിലൂടെ ബട്ടൺ ഫസ്റ്റ് ടൈം പ്രസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ബ്രൈറ്റ് ആയിട്ട് കാണും. ഒരു പ്രാവശ്യം കൂടെ പ്രസ് ചെയ്യുമ്പോൾ ഇത് ഡിം ആവും. ആൻഡ് മൂന്നാമത്തെ പ്രാവശ്യം പ്രസ് ചെയ്യുമ്പോൾ ഇത് ഒരു SOS അഥവാ സ്ട്രോബ് ലൈറ്റ് ആയിട്ട് ആക്ട് ചെയ്യും. പുറകിലായിട്ട് നിങ്ങൾക്ക് മാഗ്നറ്റ് ഉണ്ട്, എവിടെയെങ്കിലും മാഗ്നറ്റിക്കലി ഒട്ടിച്ച് വെക്കാം. അല്ലെങ്കിൽ ടേബിളിലൊക്കെ ആണെങ്കിൽ ഈ ഒരു സ്റ്റാൻഡ് ഉപയോഗിച്ച് ഇങ്ങനെ ചാരി വെക്കാം. അല്ലെങ്കിൽ മുകളിലുള്ള ഈ ഒരു കൊളുത്ത് ഉപയോഗിച്ച് കൊളുത്തിയും ഇടാം. സൈഡിലായിട്ട് നിങ്ങൾക്ക് ഒരു USB Type-C പോർട്ട് ഉണ്ട്. ആൻഡ് മുകളിലുള്ള ഈ കൊളുത്തിന്റെ ഇവിടെയുള്ള സാധനം നിങ്ങൾക്ക് ഒരു ബോട്ടിൽ ഓപ്പണർ ആയിട്ടും യൂസ് ചെയ്യാം. ആൻഡ് ആസ് യൂഷ്വൽ ഈ വീഡിയോ കാണിച്ചിരിക്കുന്ന എല്ലാ പ്രോഡക്റ്റുകളുടെ ലിങ്ക് ഞാൻ ഇവിടെ പ്രോഡക്റ്റ് സെക്ഷനിൽ കൊടുത്തേക്കാം. പല ആൾക്കാർ ഇത് എവിടെയാണെന്ന് ചോദിക്കുന്നുണ്ട്. ഇവിടെ ഒരു ബാഗ്, ഷോപ്പിംഗ് ബാഗിന്റെ പോലത്തെ ഒരു വട്ടം ഒരു ഐക്കൺ ഉണ്ടാവും നിങ്ങളുടെ വീഡിയോയിൽ. അതുമേ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെയാണ് നിങ്ങൾക്ക് പ്രൊഡക്റ്റ് കാണുന്നത്. ഫോണിലാണെങ്കിൽ കമ്പ്യൂട്ടറിലാണെങ്കിൽ സൈഡിൽ എവിടെയെങ്കിലും വരുമായിരിക്കും. അപ്പോൾ അവിടെ ഇതിന്റെ എല്ലാത്തിന്റെ ലിങ്ക് ഞാൻ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്കൗട്ട് ചെയ്യാം. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് ഇത്തരത്തിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഗാഡ്ജറ്റ്സിനെ കുറിച്ചുള്ള സീരീസ് ഇഷ്ടമാണ് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി സബ്സ്ക്രൈബ്
സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. കൂടുതൽ വീഡിയോസ് വരുന്നുണ്ട്. ഇനി മുന്നേ നമ്മളിട്ട വീഡിയോസ് വേണമെങ്കിൽ ഞാനിവിടെ ലിങ്ക് ചെയ്തേക്കാം, അതും നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ.